ഞാൻ ഏതായാലും ഇതിന് കുറച്ച് ചുള എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു കുരുവൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, കുറച്ച് വലുപ്പത്തോട് കൂടി തന്നെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതാ ഒരു 5-6 ചുള മാറ്റിയിട്ടുണ്ട്. ഒരു 10ഓളം ചുള, 10ഒന്നല്ലേ കാരം, ഏതായാലും എണ്ണീട്ടില്ല. ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് 2 വിസിലൊക്കെ അടിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ പ്രഷർ കയ്യിൽ തന്നെ കിടന്നിട്ട് പോകട്ടെ കേട്ടോ. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ടുള്ളൊരു പുഴുങ്ങിയ ചക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട്. അതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കിയത്. അപ്പോൾ നല്ലോണം നല്ല പൊടിയുള്ള ചക്കയാണ്. നല്ല പൊടിയുള്ള ചക്ക ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പുഴുങ്ങി കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചിലവരൊക്കെ ചക്ക പുഴുങ്ങി കഴിക്കാറൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പൊടിയുള്ള ചക്ക പുഴുങ്ങി കഴിക്കാൻ നല്ല. പിന്നെ ഈ ഒരു ചക്ക ഹെൽത്തിയാണ്. നമ്മൾ അതും കഴിക്കണ പോലെയല്ല, ചക്കൊക്കെ നമ്മൾ പച്ചക്ക് കഴിക്കണം. പച്ചക്ക് എന്ന് പറഞ്ഞാൽ പച്ചച്ചക്ക പുഴുങ്ങിയിട്ടായിട്ടും കൂട്ടാൻ വെച്ചിട്ടൊക്കെ കഴിക്കണം കേട്ടോ. ഇതിപ്പോൾ കൂട്ടാനൊന്നുമല്ല, ഇതൊരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഞാൻ ആ ചക്ക ചൂടാറിയതിന് ശേഷം ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരേ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും ഒക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. എല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. തേങ്ങൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. കാരണം ചിലർ വീട്ടിൽ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ തേങ്ങൻ്റെ അളവ് കൂട്ടിക്കൂടി. തേങ്ങ കൂടുന്നതോളം രുചി കൂടും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇതാണ് 2-3 അച്ച് ശർക്കര ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, ശർക്കര പാനി. ഇത് ഒന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇത് ചൂടാറിയിട്ടുണ്ട്, എന്നാലും അരിച്ചെടുക്കണം. കാരണം ശർക്കര ചിലപ്പോൾ എന്തെങ്കിലും കരടോ കുറുമ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പേരിലാണ് ഇത് നല്ലോണം അരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ, ഈ ഒരു പലഹാരത്തിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് നല്ല ജീരകം. അപ്പോൾ നല്ല ജീരകം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എൻ്റെ അടുത്ത് നല്ല ജീരകത്തിൻ്റെ പൊടി ഇല്ല, അതുകൊണ്ടാണ് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തത് കേട്ടോ. പെരുംജീരകം നിങ്ങൾ ചേർക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ഏലക്കായ ഈ സമയത്ത് ഇട്ടോളൂ കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കണില്ല, കാരണം എൻ്റെ അടുത്ത് ഏലക്കായൻ്റെ പൊടി ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഏകദേശം ഒരു 1/2 കപ്പോളം ഗോതമ്പിൻ്റെ പൊടിയാണ്. ഗോതമ്പ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർത്ത് വെച്ചാലും മതിയാവും, അരിപ്പൊടി ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഒരു 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു 1/4 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതെന്തിനാണെന്നറിയാം, നന്നായിട്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തായാലും അരിച്ചെടുക്കാനുള്ളല്ലേ, പിന്നെ എന്തിനാ ആദ്യം ഒന്ന് മിക്സ് ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്യാഞ്ഞാലേ ഈ അരയണ സമയത്ത് ഇത് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ച് കട്ട പിടിച്ച് എവിടെ എത്തണമെന്നൊന്നും അറിയില്ല. പോരാത്തതിന് നമുക്കിതിലേക്ക് വെള്ളം ഇനി വേണമെന്ന് അറിയാനും കൂടി സഹായിക്കും. ഇങ്ങനെ ഒന്ന് 2 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കറക്കിയതിന് ശേഷം വേണം. നല്ല തിക്കായിട്ടാണ് മിക്സി വർക്ക് ചെയ്യാനൊക്കെ പ്രയാസമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഏതായാലും ഇതൊന്ന് അരച്ച് നോക്കട്ടെ. അപ്പോൾ ഞാൻ അരച്ച് നോക്കുമ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസിൻ്റെ താഴെ ഒരു 1/4 ഗ്ലാസോളം വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്കിലാണ് നമ്മുടെ ബാറ്റർ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മിക്സിൻ്റെ ജാറിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് ആദ്യം ഒന്ന് വടിച്ചെടുക്കട്ടെ. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് വേണം. എന്നാലും മിക്സിയുടെ ജാറത്തെ ഈ ഒരു നല്ല പെർളായിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, അത് കൈകൊണ്ട് ഇങ്ങോട്ട് വടിച്ചെങ്കിൽ ശരിക്കും പോരുള്ളൂ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കൈകൊണ്ടോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിൻ്റെ മൂടി കൂട്ടിയാണ്ടൊന്ന് കുലുക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചുവച്ചിട്ട് ഒഴിച്ചെടുത്താണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ റവയാണ്. റവ ഞാനൊരു 2-3-4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനൊരു 5-6 സ്പൂണൊക്കെ എടുത്തീനി, പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു 3-4 സ്പൂണായാൽ തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് ഇത് പഞ്ചസാര വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാളും ഹെൽത്തിയും ടേസ്റ്റും ഒക്കെ എനിക്ക് തോന്നിയത് ശർക്കര വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, വേണം നിർബന്ധമൊന്നുമില്ല. ഇത് ചേർത്ത് വിചാരിച്ചാൽ വലിയൊരു ഇതൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല.
ഏതായാലും ഞാൻ ചേർത്ത് കൊടുത്ത് അത്രയേ ഉള്ളൂ. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക, ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിലും. അപ്പോൾ ഉപ്പ് ജസ്റ്റ് ഇത്തിരി മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം ഉപ്പിട്ട് പുഴുങ്ങിയ ചക്കയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ, ഇത് കുറച്ച് സമയം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഇഡ്ഡലിച്ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിക്കണം. ഇനി ഇഡ്ഡലി തട്ടിൽ ലേശം ഓയിലൊന്ന് എല്ലാ തട്ടിലൊന്ന് ഒഴിച്ചെടുക്കട്ടെ. ഒന്ന് ഒഴിച്ചെടുക്കില്ല, അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ 3 തട്ട് ഇഡ്ഡലി തട്ട് എടുത്തുകണേ. ഇനിയിപ്പോൾ നിങ്ങൾ ബാറ്റർ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ തട്ട് കുറച്ചുകൂടി ഇട്ടാൽ. എനിക്കിപ്പോൾ ഈ 3 തട്ടിലും കൊള്ളൂല, കാരണം ഞാനിത് ഒരു നല്ലൊരു ഒരു പാൻ കേക്കും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിനും കൂടി കൂടിയിട്ടാണ് ഞാൻ ഇത്രയും ബാറ്റർ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു ഓയിൽ ഇതിൽ തേച്ച് കൊടുക്കണ എന്തിനാ അറിയോ, നമുക്ക് വേഗം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനിതാ ഓരോ കുഴി നല്ലോണം നിറക്കണ്ട കേട്ടോ, നല്ലോണം നിറക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 ഭാഗത്തിന് മേലെ ഫുള്ളാണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മുഴുവനിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല തിക്ക് ബാറ്റർ തന്നെയാണ്, പക്ഷേ ഇതിൽ ലൂസാക്കി എടുക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളെ വീട്ടിൽ ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരൻ്റെ അളവൊന്ന് കുറച്ചോളൂ കേട്ടോ. ആർക്കും കഴിക്കാമെന്നല്ല, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കാരണം ഈ ഒരു നല്ല ജീരകവും കോഴിമുട്ടയും ഏലക്കായൻ്റെ പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇതിന് തേങ്ങയും പിന്നെ ചക്ക നമ്മൾ പുഴുങ്ങിയിട്ടല്ലേ ചെയ്യണം. അപ്പോൾ ആ ഒരു പുഴുക്കിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ നമ്മളെ ഈ ഒരു പലഹാരത്തിന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തു, അതിൻ്റെ മുകളിൽ വേറൊരു ഓട്ടമുള്ള പാത്രം വെച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു 3 തട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് കത്തിക്കുക. എന്നിട്ട് കുറച്ച് സമയം വേണമെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പാൻ കേക്കും അതിൻ്റെ കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ മാഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു തുള്ളി എണ്ണ ഇല്ലാതെ ആവിയിൽ വേവിച്ച കിടിലൻ പലഹാരം എന്ന് പറയും. ഇതിൻ്റെ രുചി ഇത്രയും രുചി കിട്ടാൻ കാരണം ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം വല്ലാത്തൊരു രുചി ഉണ്ടാവും മക്കളത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറയുക, ഈ ഇഡ്ഡലിച്ചെമ്പ് നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ഓരോന്നും നമുക്കിതുപോലെ കുത്തിയെടുക്കാൻ. അപ്പോൾ ഒട്ടി പിടിക്കൊന്നുമില്ല, പെട്ടെന്ന് കുത്തിയാൽ കിട്ടും. അപ്പോൾ ചൂടോട് കൂടിയാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും കിട്ടൂല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് ഞാൻ നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഈ ഇഡ്ഡലി മുഴുവനും പൊങ്ങി വന്നിട്ട് ഈ ഒരു പലഹാരത്തിന് ഇഡ്ഡലി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇഡ്ഡലി ആണെങ്കിൽ നമ്മൾ തലേന്ന് മാവൊക്കെ കൂട്ടിയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഒരു ആവിയിൽ വേവിച്ചിട്ടുള്ള എണ്ണ ഇല്ലാത്തൊരു ചക്കപ്പലഹാരമാണ്. ഇത് നമുക്ക് കഴിക്കുമ്പോൾ എന്തിന് ടേസ്റ്റ് കിട്ടുന്നത്, നമ്മൾ കിണ്ണത്തപ്പൊക്കെ കഴിക്കൂലേ അതിൻ്റെ അതേ രുചിയിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മളെന്താ അറിയോ, ഇതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുക തണുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഇഡ്ഡലി മുഴുവനായിട്ടും തിളച്ച് വെന്ത സമയത്ത് ഒന്ന് മൂടി തുറക്കുമ്പോൾ എല്ലാം പൊങ്ങി കുട്ടപ്പനായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെയാണ് അനുഭവം കേട്ടോ, കുട്ടപ്പനായി നിന്നേന്. പക്ഷേ ഞാൻ തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ചപ്പി പോയിട്ടോ. അതെന്താണ് അതിൻ്റെ അസ്രാറെന്ന് എനിക്കറിയില്ല, ചപ്പിയിട്ടുണ്ട്. പക്ഷെ ഇത് ചപ്പിയാലും ചപ്പിയില്ലെങ്കിലും മക്കളെ ഇതിനൊരു വെറൈറ്റി രുചിയാണ് കേട്ടോ. ഇനി ഞാൻ നമ്മളെ പാൻ കേക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പാൻ കേക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പാൻ കേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാൻ കേക്ക് മാത്രം ഉണ്ടാക്കിയെടുക്കട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ഒരു മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്ന സമയത്താണ് എപ്പോഴാണെങ്കിലും ഇത് ഇഷ്ടത്തോടു കൂടി കഴിക്കുക. ഒരു പേടിക്കേണ്ട. പച്ചച്ചക്ക കൂട്ടാനൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയാനും പ്രഷർ കുറയാനും ഒക്കെ നോർമലാവാനും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഈ ഒരു ചക്കയിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിഭാഗം കരിഞ്ഞതല്ല, പൊതുവെ പാൻ കേക്ക് ഇങ്ങനെ ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. അടിഭാഗം നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ടാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വെറൈറ്റി രുചിയാണ് മക്കളെ. ഇനിയിപ്പോൾ പഴുത്ത ചക്ക കൊണ്ട് ചെയ്യുക, പക്ഷെ പഴുത്ത ചക്ക ഇല്ലെങ്കിലും പച്ച ചക്ക വെച്ചിട്ടും ചെയ്യുക. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. പച്ചച്ചക്ക ഉണ്ടാകുമ്പോൾ അത് ചെയ്യുക ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ അളവൊന്ന് കൂട്ടിക്കോളേണ്ടി കേട്ടോ. ഇതിപ്പോൾ ഇത്ര ഒന്നും തികയില്ല.
അതിൻ്റെ പേരിലാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത്. ഇത് കഴിച്ചാൽ എന്താ പറയുക, കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചക്ക വെച്ചിട്ടാണല്ലോ അത് ചെയ്തെന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ശർക്കരയിൽ തന്നെ ചെയ്യുക. പഞ്ചസാരയിലാവുമ്പോഴേ ഒത്തിരി ഹെൽത്തി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ പറയണത്. എനിക്ക് ഈ പാൻ കേക്കിനായിട്ട് ഇഷ്ടമായത് ഈ ഒരു നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുള്ള ഈ ഒരു ചക്ക ഇഡ്ഡലിയാണ് കേട്ടോ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും. നിങ്ങൾ പരമാവധി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ഇതിപ്പോൾ ചക്ക ഇപ്പം നിറയെ ഉള്ളൊരു ടൈമാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ചൊരു ചിലവോ കാര്യമില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. പിന്നെ അധികം ആളുകൾക്കും കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കണതോ എണ്ണ തട്ടിയതൊന്നും ആർക്കും ഇഷ്ടമില്ലാത്തൊരു ടൈമാണ്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നാളെ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.